എങ്ങനെയെങ്കിലും ഞാൻ അവളെ കൊണ്ട് മാംസം കഴിപ്പിക്കും. പക്ഷെ ശ്രേയെ, അവളിത് കഴിക്കൂ? അല്ലെങ്കിൽ തന്നെ പൂജയും പ്രാർത്ഥനയായിട്ട് നടക്കുന്നവളാ ആ വൃത്തികെട്ടവള്. എന്തെങ്കിലും കാരണം പറഞ്ഞൊഴിഞ്ഞു മാറിയാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഗൗരി മോചിക്കപ്പെട്ടാൽ എന്താകും അവസ്ഥയെന്നറിയാലോ? അറിയാം. ഗംഗയെ പൂജ പൂർത്തിയാക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ബന്ധനസ്ഥയായി വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഗൗരി ഇനി ഒരിക്കലും മോചിപ്പിക്കപ്പെടില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. जल प्रवाह पावित स्थले कलेवलं व्यलंबितां भुजंगतुंगमालिकांतमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिव शिवम् जटाकटाह सम्भ्रम भ्रमन्निलिम्प निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि धगद्धगद्धगज्ज्वलल्ललाट पावके किशोर चन्द्रशेखरे रति प्रतिक्षणं मम എങ്ങനെയെങ്കിലും ഗംഗയുടെ പൂജ മുടക്കണം. അവൾ ഈ പൂജ ഭംഗിയായി പൂർത്തിയാക്കിയ ആ ഗൗരി മോചിതയാവും. അത് പാടില്ല. അതിനെന്താ ഒരു വഴി? ഗംഗയുടെ വ്രതം എങ്ങനെയും മുടക്കണം. വ്രതത്തിന് ഭംഗം വന്നാൽ പൂജ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അത് ശരിയാ. പക്ഷെ അതെങ്ങനെ സാധിക്കും? ഒന്നാമതേ അവൾക്ക് ഒടുക്കത്ത ഭക്തിയാ. അതിന്റെ കൂടെ വ്രതം കൂടെ ആവുമ്പോ പിന്നെ പറയണോ? അതെ, ആ നശിച്ചവള് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാംസാഹാരം ഭക്ഷണത്തിൽ കലർത്തായിരുന്നു. ഒരു വഴിയുണ്ട്. ഗംഗ ഉറപ്പായും ഇളനീര് കുടിക്കും. അതിലൂടെ എങ്ങനെയെങ്കിലും മാംസാഹാരം കഴിപ്പിക്കണം. അതെങ്ങനെയാ നാത്തൂനെ? അത് വെള്ളമല്ലേ? എന്തെങ്കിലും ചേർത്താ അറിയാൻ പറ്റില്ലേ? ആന്റി പറഞ്ഞതിൽ കാര്യമുണ്ടമ്മ. ഒരു തുള്ളിയായാലും മാംസം ഉള്ളിൽ ചെന്ന വ്രതം മുടങ്ങും. ഗംഗ രുചി മനസ്സിലാക്കി അത് കുടിക്കാതിരിക്കരുത്. എങ്ങനെയെങ്കിലും അത് ഉള്ളിൽ ചെല്ലണം. അതെ, അത് തന്നെയാണ് മാർഗം. എങ്ങനെയെങ്കിലും ഇളനീരിലൂടെ മാംസം ഗംഗയെ കൊണ്ട് കുടിപ്പിക്കണം. അതിനൊരു വഴിയുണ്ട്. നമുക്ക് ഗംഗയ്ക്ക് കുടിക്കാനുള്ള ഇളനീരില് എല്ലുപൊടി ചേർക്കാം. അതാകുമ്പോ പെട്ടെന്ന് അറിയാനും സാധിക്കില്ല. ശരിയാ, അതാ വേണ്ടത്. ഗാർഡനിലേക്ക് വാങ്ങിയ എല്ലുപൊടി ഇവിടെ ഇരിപ്പുണ്ട്. ആ രാജി കാണാതെ എങ്ങനെയെങ്കിലും നമുക്കതിൽ കലർത്താം. അവളുടെ ഒരു വ്രതം നമ്മളെ തകർക്കാനും അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന അതിന് സമ്മതിക്കാൻ പാടില്ല. എന്നേക്കുമായിട്ട് ഗൗരിയുടെ ആത്മാവ് ആ കുളത്തിൽ തന്നെ കിടക്കണം. അല്ലെങ്കിൽ നമ്മളെ അവള് നശിപ്പിക്കും. ഇല്ല ആന്റി, അതിന് ഞാൻ സമ്മതിക്കില്ല. ശിവായ, ഓം ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
ചെല്ല് പോയി കലക്കുക. ശരി അമ്മേ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ 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 ശിവായ. ശ്രേയ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? ശ്രേയ പെട്ടെന്ന് വാ. ഓം നമഃ ശിവായ. 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 ಶಶಿಕಾಲ ಮಕುಟ ತಕ ತಕ ಜಲ ವಿನುತ ಋಷಿಕಲ ನಿಕಟ ತಗಿಡ ತಗಿಡ അയ്യോ സോറി ഗംഗേ, ഞാൻ അറിയാതെ തട്ടിയതാ. സാരല്ല മാളു, വിഷമിക്കണ്ട. ഞാൻ വേറെ എടുത്തുകൊണ്ട് വരാവേ മാളു. നാശം പിടിക്കും ആ കുട്ടിപ്പിശാചിന്റെ കാര്യം. ആ മാള് വന്നില്ലായിരുന്നെങ്കിൽ ഗംഗ അത് കുടിച്ചേനെ. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉടനെ മറ്റെന്തെങ്കിലും വഴി നോക്കണം. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴിയും കാണുന്നില്ലല്ലോ. അങ്ങനെ തോറ്റു പിന്മാറിയ നഷ്ടം നമുക്ക് മാത്രമാ. അത് അനുവദിക്കാൻ പാടില്ല. അതെ, ആന്റി പറഞ്ഞതാ ശരി. ഇവിടെ നമ്മൾ തോറ്റ പൂർവാധികം ശക്തിയോടെ ഗൗരി മോചിക്കപ്പെടും. അത് നമ്മളെല്ലാരും നശിപ്പിക്കും. എന്താ ഒരു വഴി? അത് പറ. ഒരു വഴിയുണ്ട്. എന്താ താത്തൂനെ? പൂജാ സമയത്ത് ഗംഗ ഇടയ്ക്കിടെ ശരീരമാകെ ഭസ്മം ധരിക്കും. നെറ്റിയിലും ശരീരത്തുമെല്ലാം ഭസ്മം പൂശും. അതിന് ആ ഭസ്മത്തിൽ നായ്ച്ചുർണ്ണ പൊടി കലർത്തണം. ആ, നല്ല ഐഡിയ. നായ്ക്കറിന പൊടി ശരീരത്ത് പറ്റിയ അവക്ക് സഹിക്കാൻ പറ്റാത്തതുപോലെ ശരീരം ചൊറിയും. പിന്നെ അവൾക്ക് പൂജ പൂർത്തിയാക്കാൻ സാധിക്കില്ല. അത് തന്നെയാ ബുദ്ധി. പക്ഷേ എങ്ങനെ നമ്മൾ ഭസ്മത്തിൽ അത് കലർത്തും? അതേക്കുറിച്ച് ഓർത്ത് ആന്റി ടെൻഷൻ ആവണ്ട. ആ കാര്യം ഞാൻ ഏറ്റു. പൂജ മതിയാക്കി ഗംഗ ഓടുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളെ തോൽപ്പിച്ച് ഗംഗ അങ്ങനെ ആളാവണ്ട. അതിന് ഈ കൈലാസത്തിൽ ദേവയാനി ജീവനോടെ ഉള്ളപ്പോ അനുവദിക്കില്ല. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇന്നത്തെ കൊണ്ട് ഇവളുടെ പൂജ ഞാൻ അവസാനിപ്പിക്കും. ഓം നമഃ ശിവായ. ഇതിനി പൂജാമുറിയിലിരിക്കുന്ന ഭസ്മത്തിൽ മിക്സ് ചെയ്യണം. ഗംഗ ഇത് തനിയെ ദേഹത്ത് പൂശിയില്ലെങ്കിൽ പുറത്ത് വിട്ടായാലും അവളുടെ ദേഹത്ത് വീഴിക്കണം. ഈ അവസരം ഞാൻ പാഴാക്കില്ല. ഓം നമഃ ശിവായ. 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 പ്രാർത്ഥിച്ചു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇതെന്താ ചൊറിയുന്നല്ലോ? ഉണ്ട്. എനിക്കും ചൊറിയുന്നമ്മേ. ഇതെന്ത് കളിയാ? നമുക്കാണോ പണി കിട്ടിയേ? ഓം നമഃ ശിവായ. 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 അയ്യോ, ചൊറിഞ്ഞിട്ടൊരു രക്ഷയില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്താലും പണി നമുക്ക് തന്നെയാണല്ലോ നാത്തൂനെ. അയ്യോ, ഇതെന്താ പറ്റിയത്? ഒന്ന് പോടി. മനുഷ്യ ഇവിടെ ചൊറിഞ്ഞ് ചാറായപ്പോഴാ അവളുടെ ഒരു സുഖാന്വേഷണം. എന്താ അമ്മേ പറ്റിയത്? കാര്യം പറ. നിന്നോട് പറഞ്ഞ ഞങ്ങളുടെ ചൊറിച്ചിൽ മാറുമോ? ഇതേ നമ്മളെ മനഃപൂർവ്വം കളിയാക്കാനുള്ള ചോദ്യം ആന്റി. അയ്യോ അല്ല, ശ്രേയച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ നാശം കാരണം സ്വൈര്യമില്ലണ്ടായല്ലോ. രാജു ആന്റിക്ക് എന്താ? അവര് ചൊറിയട്ടെ, നല്ല രസമുണ്ട് കാണാൻ. ഈ ചൊറിച്ചിലൊന്ന് മാറട്ടെ, ശരിയാക്കി തരടി നിന്നെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭഗവാനെ, ശ്രീ മഹേശ്വര, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ പൂജ പൂർത്തിയായിരിക്കുകയാണ്. ഗൗരി ചേച്ചിയെ ബന്ധിച്ചിരിക്കുന്നത് കണ്ടെത്തി രക്ഷിക്കാൻ സാധിക്കണേ. എവിടെയാണ് അവരത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് കാണിച്ചായിരുന്നേ ശ്രീ മഹേശ്വര.
ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും ഗംഗയുടെ വ്രതം മുടക്കാൻ സാധിച്ചില്ല. അവളത് പൂർത്തിയാക്കി. ഏത് വിധേനെ അവളെ തടയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെ, പക്ഷെ ഞങ്ങൾക്കത് സാധിച്ചില്ല. ഗംഗയ്ക്കെതിരെ ചെയ്യുന്ന ഓരോന്നും തിരിച്ചടിക്കുക ഉണ്ടായത്. കുളത്തിൽ മുക്കിയിട്ടിരിക്കുന്ന ചെപ്പ് ഉയർന്നു വന്നിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഗംഗയുടെ വ്രതശുദ്ധി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് ആ ചെപ്പ് കൈക്കലാക്കണം, അല്ലെങ്കിൽ അത് അപകടമാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ വേണ്ടെന്ന് പറഞ്ഞു തന്നാ മാത്രം മതി. ഒരു കാരണവശാലും ഗൗരി രക്ഷപ്പെടാൻ പാടില്ല. എങ്കിൽ കുളത്തിൽ നിന്ന് ആ ചെപ്പ് കൈക്കലാക്കി അതാരും കാണാതെ മറ്റൊരിടത്ത് ഒളിപ്പിക്കണം. ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്നതാണ് നല്ലത്. അത് ശ്രേയ തന്നെ ചെയ്യണം. ഒറ്റയ്ക്ക് പോയി ചെപ്പ് തിരിച്ചെടുക്കുക. ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല. ഭയപ്പെടുത്തുന്ന പലതും ഉണ്ടാവും. ധൈര്യം കൈവിടാതെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോണം. രാത്രിയിൽ വേണം ചെപ്പ് കൈക്കലാക്കാൻ. ഇനി ഒരിക്കലും എനിക്ക് മഹേട്ടിനും ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വരാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നിന്റെ ആഗ്രഹം ഒരു കനലാക്കി നീറ്റി കത്തിക്കണം. ആ കനൽ നിനക്ക് ശക്തി പകരും. മറ്റൊരാൾ എത്തുന്നതിന് മുമ്പ് ആ ചെപ്പ് നിനക്ക് കുഴിച്ചിടാൻ സാധിച്ചാൽ നീ ജയിച്ചു. എനിക്ക് സാധിക്കും. ഇനി ഗൗരിക്കൊരു മോചനമില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. പലരും മുടക്കാൻ ശ്രമിച്ചെങ്കിലും പൂജ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു, അല്ലേ? അതെ തിരുമേനി, ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി തന്നെ പൂർത്തിയായി. നല്ലത്. ഗംഗയുടെ മേൽ ശ്രീമഹേശ്വരന്റെ സംരക്ഷണ കരങ്ങളുണ്ട്. നിഷ്ഠയായ പ്രാർത്ഥനയും ഈശ്വര ചിന്തയും കൊണ്ട് ഗംഗ നേടിയെടുത്തതാണത്. ഗൗരി ചേച്ചി എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചു തിരുമേനി? ഗൗരിയെ ബന്ധിച്ച ചെപ്പ് ജലാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഗംഗയുടെ പൂജയുടെ ബലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ ചേച്ചിയെ മോചിപ്പിക്കും? അതിനും ഗംഗ തന്നെ വേണം. പൂജ ചെയ്തയാള് നേരിട്ട്, അതും തനിച്ചു തന്നെ പോയി ജലാശയത്തിൽ നിന്നും ആ ചെപ്പെടുത്ത് തുറക്കണം. ഗംഗയ്ക്ക് അതിന് സാധിച്ചാൽ ഗൗരിയുടെ മോചനവും സാധ്യമാകും. ഞാൻ ചെയ്യാൻ തിരുമേനി. വിചാരിക്കുന്നത് പോലെ നിസാരമല്ല, വളരെ അപകടമുള്ള കാര്യമാണ്. ഗംഗയുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അതൊന്നും സാരമില്ല. ഗൗരി ചേച്ചിയെ രക്ഷിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഗംഗയ്ക്ക് അത് ചെയ്യാൻ സാധിച്ചാൽ അതാകും ഗൗരിയുടെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം. കാരണം മോചനത്തിനായി ആ ആത്മാവ് വെമ്പൽ കൊള്ളുകയാണ്. എനിക്ക് സാധിക്കും തിരുമേനി. ഞാനത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ നൂറ്റാണ്ടുകൾ തന്നെ ഗൗരി ചേച്ചി ബന്ധനസ്ഥയായിരിക്കും. അത് പാടില്ല. എന്ത് അപകടം ഉണ്ടായാലും ഞാൻ ഗൗരി ചേച്ചിയെ മോചിപ്പിച്ചിരിക്കും. നല്ലത്. ആ ആത്മവിശ്വാസമാണ് വേണ്ടത്. അത് ഗംഗയെ വിജയിപ്പിക്കും. ഗംഗയുടെ യാത്രയ്ക്ക് ഭംഗമുണ്ടാകാതിരിക്കാനുള്ള പൂജകൾ ഞാൻ ഇവിടെ നടത്തും. ശരി തിരുമേനി, അങ്ങയുടെ പ്രാർത്ഥന കൂടി ഉണ്ടായാൽ ഗൗരി ചേച്ചിയെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും. അതെ, നന്നായി പ്രാർത്ഥിച്ചോളൂ. ശ്രീമഹേശ്വരന്റെ തുണയുണ്ടാവും. ഹലോ, നിങ്ങൾ ഉടനെ തന്നെ മാടൻ പറമ്പിലേക്ക് ചെല്ലണം. ഗംഗ ഇന്ന് അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊരു ആളൊഴിഞ്ഞ കാട്ടുപ്രദേശമല്ലേ? അതെ, ആ കാടിനടുത്ത് ഒരു കുളമുണ്ട്. അവളവിടെ വന്നാ കൊന്ന ആ കുളത്തിലേക്ക് തന്നെ താഴ്ത്തിയേക്ക്. ശരി മാഡം, അത് ഞങ്ങൾ ഏറ്റു.
ഇത്തവണ പരാജയപ്പെടരുത്. മാഡം ധൈര്യമായിട്ടിരിക്കേ, ഇന്ന് അവളുടെ അവസാനമാണ്. ഓക്കെ. ഓക്കെ മാഡം. എല്ലാരും വേഗം വണ്ടി കയറ്, പണിയുണ്ട്. വാടാ. എടി ഗംഗേ, ഗൗരിയെ രക്ഷിക്കാൻ നീ ഇന്ന് അവിടെ വന്ന പിന്നെ നീ ഒരു പ്രേതമായാലേ എന്റെ സ്വപ്നങ്ങൾക്ക് കുറുകെ വരുന്നത് ആരായാലും നശിപ്പിക്കും ഞാൻ.